ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പാവ് ഭാജി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇതുപോലെ ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഗ്രീൻ ക്യാപ്സിക്കം വളരെ പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പച്ചപ്പട്ടാണി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആ സവാളയും അതുപോലെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി വളരെ കനം കുറച്ച് ചെറിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നെല്ലാം നന്നായിട്ട് വഴന്ന് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടിട്ടും തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ കസൂരി മേത്തി ഒക്കെയാണ് കേട്ടോ ഇടുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കസൂരി മേത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നാടൻ രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ചിട്ട് ഉടച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേവിച്ച ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഞാനിപ്പോൾ 1 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അത് 2-3 എടുക്കണമെങ്കിൽ 2-3 ക്യാരറ്റ് വേവിച്ചിട്ട് ഉടച്ചെടുക്കാം. ഇനി എല്ലാം ചേർത്തിട്ട് ആ സവാളയും ആ ഒരു മിക്സ് മുഴുവനായിട്ടും നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബട്ടർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന വിധത്തിൽ നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം അത് നല്ലതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ക്യാരറ്റ് ആയാലും ഉരുളക്കിഴങ്ങായാലും ഉടച്ചതായിരുന്നു എങ്കിലും അതിൽ നമ്മൾ ക്യാപ്സിക്കും തക്കാളി സവാളയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന വിധത്തിൽ നല്ലതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ വഴന്ന് വന്നിട്ടുള്ളതാണ് പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടും. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല സ്മൂത്ത് ആക്കിയതിന് ശേഷം നമ്മളതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഇങ്ങനെ ഒരു ഗ്യാപ്പാക്കി എടുത്തിട്ട് അതിന് സെൻറ്ററിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ല ഒരു റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ചേർത്തിട്ടില്ല. കളറിലൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ കാണാൻ ഒന്നുകൂടി ഭംഗിയായിരിക്കും നമ്മൾ ആ ഒരു റെഡ് കളറൊക്കെ വരുമ്പോൾ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ മിക്സുമായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മസാല നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഉപ്പൊക്കെ ആവുന്ന വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, അത് ഒന്ന് ലൂസ് ആവാനും അതുപോലെ ആ മസാലയൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാവ് ഭാജി മസാല റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പാവ് ഭാജി മസാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടി തിക്കാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്രെഡിൽ ഉള്ളിൽ വെച്ചിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു പരുവത്തിൽ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം.
അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി എന്തോരം വേണമെന്നുള്ളത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബട്ടറിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ പീസ് ആ മസാലയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് നല്ലതുപോലെ ആവുന്നതിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. രണ്ട് സൈഡും നമുക്കതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പ്ലേറ്റിൽ ആ ഒരു ബ്രെഡും നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡും അതുപോലെ നമ്മുടെ പാവ് ഭാജിയുടെ മസാലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് മസാല ഉള്ളത്. പാവ് ഭാജി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ആ ബ്രെഡും അതുപോലെ സൈഡിലായിട്ട് മസാലയും ഇട്ടിട്ട് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ഉൾഭാഗത്ത് ഈ മസാല വെച്ചിട്ട് കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ സെപ്പറേറ്റ് ആണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ആ ഒരു മസാലയുടെ മുകളിൽ കുറച്ച് സവാള അരിഞ്ഞതും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു സവാള കടിക്കാൻ കിട്ടുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അത് കൂട്ടി കഴിക്കാനാണ് കൂടുതൽ രസം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രെഡിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് ആ മസാലയും ആ സവാളയും മല്ലിയിലൊക്കെ കൂട്ടിയിട്ട് അതിങ്ങനെ കഴിക്കാമെന്ന് പറയുന്നത് അടിപൊളിയാണ്. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.